ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം അവിടെ ഇരുത്തിയിട്ട് നിത്യ ഐസ്ക്രീം വാങ്ങാൻ പോയതായിരുന്നു. ഈ സമയത്ത് പെട്ടെന്ന് ആദ്യയെ ചില ഗുണ്ടകൾ കാറിൽ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. കുതിരയോടാൻ ആദ്യം ശ്രമിച്ചെങ്കിലും പെട്ടെന്ന് ആദ്യയുടെ വായ പൊത്തി അവർ കാറിലേക്ക് കയറ്റി കുട്ടിയെ കൊണ്ടുപോയി. ഇതറിയാതെ നിത്യ ഐസ്ക്രീമുമായി അവിടേക്ക് വന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ല. പെട്ടെന്ന് ടെൻഷനായി പോകുന്ന നിത്യ അവിടെയെല്ലാം ആദ്യം അന്വേഷിക്കുന്നുണ്ട്. വഴിയിലുള്ള കടയിലുള്ള ചേച്ചിമാരോടും ഒക്കെ ചോദിക്കുമ്പോൾ എല്ലാവരും അറിയില്ല, കണ്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ നിത്യ പോകുന്ന വഴി പെട്ടെന്ന് ഒരു കാറ് വന്ന് നിത്യ ഇടിക്കുകയും നിത്യ റോഡിലേക്ക് വീഴുകയും നെറ്റി ഇങ്ങനെ മുറിയുകയും ചെയ്യുന്നുണ്ട്. അവിടെയുള്ള ആളുകളെല്ലാം കൂടുന്നു. പിന്നീട് കാണിക്കുന്നത് രഘു സുജാതയോട് പറയുന്നുണ്ട്, മോൾ ഇതുവരെ വന്നില്ലല്ലോ. ശരവണൻ പറയുന്നു, ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. അങ്ങനെ ശരവണൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ഹരി ആൻറ്റി അങ്കിളെ എന്നൊക്കെ പറഞ്ഞ് ടെൻഷനോടെ അവിടെ വരുന്നുണ്ട്. എല്ലാവരും 3 പേരും പുറത്തേക്ക് ഇറങ്ങുന്നു. ഹരി ആ ഒരു കാര്യം അവരോട് പറയുമ്പോൾ ആകെ ടെൻഷനായി പോവുകയാണ് എല്ലാവരും. നിത്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. നിത്യയ്ക്ക് ചെറിയൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. അവിടെ കൂടിയ ചിലർ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കുന്നു. ഒരാൾ എന്നോട് വിളിച്ച് പറഞ്ഞതാണിത്. ഇത് കേൾക്കുമ്പോൾ അവർ ടെൻഷനായി പോവുകയാണ്. ഇതെന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് സുജാത കരയുമ്പോൾ രഘു പറയുന്നു, താൻ ടെൻഷനാകാതെ നമുക്ക് പോയി നോക്കാം, ഹരി വണ്ടി എടുക്കെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. തുടർന്ന് അങ്ങനെ ഇപ്പോൾ നിത്യ കിടക്കുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. കാഷ്വാലിറ്റിയിൽ കിടക്കുകയാണ്. മുറിവയ്ക്ക് റെസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അവരാകെ ടെൻഷനായിരിക്കുന്ന സമയത്ത് സിസ്റ്റർ പുറത്തേക്ക് വന്ന നിത്യയുടെ ബന്ധുക്കാരാണോ എന്ന് ചോദിക്കുന്നു. അതെ എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വിളിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാവരും നിത്യയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. അബോധാവസ്ഥയിലും ആദി എന്ന് പറഞ്ഞ് പിച്ചിമ്മയും പറയുകയാണ്, നിത്യ മോളെ എന്ന് പറഞ്ഞിട്ട് സുജാത നിത്യയോട് സംസാരിക്കാൻ തുടങ്ങുന്നു. തൊട്ടരികിൽ ഡോക്ടറുമുണ്ട്. ഉണരാൻ കുറച്ച് വൈകുമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഡോക്ടർ മോളുടെ അവസ്ഥ എന്താണെന്ന് രഘു ചോദിക്കുന്നു. പ്രത്യക്ഷത്തിൽ ഈ ഒരു മുറിവ് മാത്രമേ ഉള്ളൂ, പക്ഷേ എന്തോ ഒരു പരിഭ്രാന്തി ഉള്ളിൽ തട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ആദി എന്ന് തന്നെയാണ് നിത്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോള് പറഞ്ഞ ഈ ആദ്യം ഞങ്ങളുടെ പേരക്കുട്ടിയാണ്, 2 പേരും കൂടിയാണ് പുറത്തേക്ക് പോയത് എന്ന് രഘു പറയുമ്പോൾ ടെൻഷനോടെ സുജാത ചോദിക്കുന്നു, എന്നിട്ട് ആദ്യം എവിടെ പോയി? ഡോക്ടർ പറയുന്നു, ഈ കുട്ടി ഒറ്റയ്ക്ക് റോഡിൽ കൂടി ഇങ്ങനെ ഒരു നിയന്ത്രണം വിട്ട സ്ഥിതിയിൽ ഓടുകയായിരുന്നു. പെട്ടെന്ന് ഒരു എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. അങ്ങനെയാണ് കൊണ്ടുവന്നവർ പറഞ്ഞത്. പക്ഷേ കുഞ്ഞിന്റെ കാര്യം ആരും പറഞ്ഞില്ലെന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഹരി പറയുന്നു, അല്ല, കൊണ്ടുവന്നവർ എവിടെയുണ്ട് ഡോക്ടർ? അവരോടൊന്ന് സംസാരിച്ചാൽ ചിലപ്പോൾ കുഞ്ഞിന്റെ കാര്യം എന്ന് ഹരി പറഞ്ഞു. സിസ്റ്ററോട് അവർ പോയിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മേഡം എന്ന് പറയുന്നു. ഡോക്ടർ പറയുന്നു, എങ്കിൽ അവരെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ. ശരവണനും ഹരിയും അവരെ കാണാനായി പോകുമ്പോൾ നിത്യയുടെ അരികിൽ നിത്യയെ വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് രഘുവും സുജാതയും. ഇതുവരെ നിത്യ കണ്ണു തുറന്നിട്ടില്ല. ആദി നീ എവിടെയാ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ടെൻഷനോടെ സുജാത ചോദിക്കുന്നു, ഡോക്ടർ ഞങ്ങളുടെ മോൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഞങ്ങളെ സമാധാനിപ്പിക്കാൻ പറയുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഇന്റേണലായിട്ട് വേറെ കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്തെങ്കിലും നോക്കിയെങ്കിലേ അറിയാൻ സാധിക്കൂ. നിലവിൽ സാധാരണ നോട്ടത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതെന്നും ഡോക്ടർ പറയുന്നുണ്ട്. എൻ്റെ ഒരു പ്രതീക്ഷ അനുസരിച്ച് അല്പസമയത്തിനുള്ളിൽ ഇയാൾ ബോധത്തിലേക്ക് തിരിച്ചു വരുമെന്ന് ഡോക്ടർ പറയുമ്പോൾ സുജാത പറയുന്നു, ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല, പക്ഷേ കരഞ്ഞ് ബഹളം വെച്ച് ഇവരെ ഉണർത്താൻ ശ്രമിക്കരുത്. ഹരിയും ശരവണനും കൊണ്ടുവന്നവരോട് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പെങ്കൊച്ച് അങ്ങോട്ടേക്ക് ഓടി വന്നത്. വണ്ടി തട്ടിയപ്പോഴേ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ പറയുന്ന ഈ കൊച്ചിനെ ഞങ്ങൾ അവിടെ എങ്ങും കണ്ടില്ലെന്ന് പറയുമ്പോൾ ശരവണൻ പറയുന്നു, സാർ അത് പിന്നെ ഒരു ആൺകുട്ടിയാണ്, അവൻ്റെ പേര് ആദി, അവർ 2 പേരും കൂടിയിട്ടാണ് അവിടെ വന്നത്. ഞങ്ങൾ ഇവരെ മാത്രമേ കണ്ടോളൂ, നിങ്ങൾ വന്നിട്ട് പോകാനിരുന്നായിരുന്നു ഞങ്ങൾ, എന്നാൽ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ പോകുമ്പോൾ നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞവരെ അയക്കുകയാണ് ഹരിയും ശരവണനും. അപ്പോൾ ആദ്യം എവിടെയെന്ന് ശരവണൻ ഹരിയോട് ചോദിക്കുമ്പോൾ ഹരി പറയുന്നു, നിത്യ റോഡിലൂടെ വിളിച്ചുകൊണ്ട് പോയി എന്നല്ലേ അവർ പറഞ്ഞത്. അതിനർത്ഥം നിത്യയ്ക്ക് ഇത് സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ ആദിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് അല്പം പ്രോബ്ലമാണ്. നിത്യ കണ്ണു തുറന്നാലേ ഇതെല്ലാം അറിയാൻ കഴിയൂ എന്നും ഹരി പറയുന്നു. ഇതിനിടയിൽ പോലീസിൽ പറയുന്ന കാര്യത്തെപ്പറ്റി അവർ സംസാരിക്കുന്നുണ്ട്. അവർക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ശരവണൻ ചോദിക്കുന്നു, മനുസാറിനോടും ജ്യോതിയമ്മയോടും പറയണ്ടേ എന്ന്. നമ്മൾ പറയാതെ അവർ വേറെ മാർഗത്തിലൂടെ അറിയില്ല. പിന്നെ വിവാഹം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങളല്ലേ ആയുള്ളൂ, അവരോട് എങ്ങനെയാണ് ഇത് പറയുന്നത്? അതിൻ്റെ ഒരു ടെൻഷൻ എന്നൊക്കെ രഘു പറയുമ്പോൾ സാറ് പേടിക്കണ്ട, മുൻപാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഒരുത്തനെ സംശയിക്കാമായിരുന്നു, പക്ഷേ ഇപ്പോൾ അവനില്ലല്ലോ, എൻ്റെ ആദിമോൻ്റെ കാര്യം ഓർക്കുമ്പോഴാ എന്നൊക്കെ രഘു ടെൻഷനോടെ പറയുന്നു. എന്നാൽ ശേഷം കാണിക്കുന്നത് വീണ മനുവിൻ്റെ അമ്മയെ വിളിക്കുന്നുണ്ട്. സബ് കളക്ടറിൻ്റെ അമ്മയല്ലേ എന്ന് ചോദിക്കുന്നു. നിങ്ങൾ ആരാണെന്ന് അമ്മ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നെ പറഞ്ഞാൽ അറിയില്ല, പക്ഷേ എനിക്ക് കളക്ടർ സാറിനെ നന്നായിട്ട് അറിയാം, എനിക്ക് മുന്നേ ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ വീണ പറയുന്നുണ്ട്. എന്താ വിളിച്ച കാര്യമെന്ന് അമ്മ ചോദിക്കുമ്പോൾ വീണ പറയുന്നുണ്ട്, ഞാൻ അവിടുത്തെ ഒരു പ്രശ്നം അറിഞ്ഞ് വിളിച്ചതാണെന്ന്. ടെൻഷനോടെ അമ്മ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു.
മനസാറിന്റെ കുഞ്ഞിന്റെ കാര്യം അമ്മേ കുഞ്ഞിനെ കണ്ടു കിട്ടിയായിരുന്നോ എന്ന് വീണ ചോദിക്കുന്നു. കുഞ്ഞിനെ കണ്ടു കിട്ടിയോന്നോ? നിങ്ങൾ എന്തൊക്കെയായി ചോദിക്കുന്നത്? കുഞ്ഞ് ജ്യോതിയുടെ വീട്ടിലുണ്ടല്ലോ. അയ്യോ, അപ്പോൾ നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് വീണ ഫോൺ വെക്കാൻ തുടങ്ങുമ്പോൾ അമ്മ പറയുന്നു, നിക്കി നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ട് വരുന്നത്? യഥാർത്ഥത്തിൽ വീണ ഇവരെ അറിയിക്കാനുള്ള വിളി തന്നെയായിരുന്നു ഇത്. പക്ഷേ സംശയം ഉണ്ടാക്കാത്ത രീതിയിൽ സംസാരിക്കുന്നു എന്ന് മാത്രം. അമ്മ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നമെന്ന് പറയാൻ. വീണ പറയുന്നു, അത് ഞാൻ പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കരുത്. മനുസാറിന്റെ കുഞ്ഞിനെ കാണാനില്ല. ഇത് കേട്ട് അമ്മയൊന്ന് ഞെട്ടി. ജ്യോതിയുടെ വീട്ടിൽ അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജ്യോതിയുടെ ഏട്ടനില്ലേ നിത്യ, അവരെന്തോ ഹോസ്പിറ്റലാണെന്നൊക്കെ പറയുന്നത് കേട്ടു. ഏത് ഹോസ്പിറ്റലാണെന്ന് അറിയാമോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ വീണ പറയുന്നു, അറിയാം, MK ഹോസ്പിറ്റലാണ് അവരുള്ളത്. ചിലപ്പോൾ നിങ്ങൾ ടെൻഷൻ ആകേണ്ടെന്ന് കരുതി നിങ്ങളോട് പറയാത്തതായിരിക്കുമെന്ന് വീണ പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ശരി, വളരെ ഉപകാരം എന്ന് പറഞ്ഞ് ഫോണും വെച്ചു. മനു എന്ന് പറഞ്ഞ് മനുവിൻ്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ് അമ്മ. ജ്യോതിയുടെ വീട്ടിൽ നിന്ന് നിന്നെ വിളിച്ചിരുന്നോ? മനുവിനെ ആദ്യം എവിടെയുണ്ടെന്ന് നീ ചോദിച്ചോ എന്നൊക്കെ അമ്മ പറയുമ്പോൾ അവൻ എവിടെയെങ്കിലും കാണുമല്ലോ എന്ന് മനു പറയുന്നു. ഇല്ല, മനു ആദ്യയെ കാണാനില്ല എന്ന് അമ്മ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. ജ്യോതിയും സംശയമുള്ളവർ വിളിച്ചു നോക്ക്, നിത്യയുടെ കയ്യിൽ നിന്നാണ് കുഞ്ഞിനെ നഷ്ടമായിരിക്കുന്നത്. എന്നിട്ട് നിത്യ ഇപ്പോൾ ഹോസ്പിറ്റലാണ്. അമ്മ കാര്യമായിട്ടാണ് ഈ പറയുന്നത് എന്ന് മനു ചോദിക്കുമ്പോൾ അമ്മ പറയുന്നു, കൊച്ചിന്റെ കാര്യത്തിൽ കള്ളക്കറി ഉണ്ടാക്കി എനിക്ക് പറയേണ്ട കാര്യം എന്താടാ? നീ എവിടേക്കൊന്ന് വിളിച്ചു ചോദിക്കേ. അല്ല, നിന്നോട് ഇതാരാ പറഞ്ഞത് എന്നൊക്കെ അച്ഛൻ ചോദിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ഇവനെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണെന്ന് അമ്മ പറയുന്നു. അല്ല, അവർക്ക് കള്ളം പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പിന്നീട് ജ്യോതിയോട് ചോദിക്കുന്നു, മോനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് നിന്റെ മുഖത്ത് ഒരു പരിഭ്രമം ഇല്ലല്ലോ. എൻ്റെ ആ കൊച്ചിനെ നിനക്ക് ഇഷ്ടമല്ലായിരുന്നോ? അതുകൊണ്ടല്ലമ്മേ, പെട്ടെന്ന് കേട്ടപ്പോൾ എന്നെ ജ്യോതി ടെൻഷനോടെ പറയുമ്പോൾ ആദിയുടെ മനുവിൻ്റെ അമ്മ പറയുന്നു, ഇങ്ങനെ ഒരു കാര്യമുണ്ടായിട്ട് നമ്മളെ വിളിച്ച് പറയാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും അവർ കാണിച്ചില്ലല്ലോ. അല്ലെങ്കിലും അവർക്ക് അങ്ങനെ പറ്റൂ. 5-6 വർഷത്തിന് ശേഷം എനിക്കിവിടുത്തെ പെണ്ണ് വേണോ എന്ന് പറഞ്ഞ് നിർബന്ധ ബുദ്ധിയോടെ പോയി ഇറക്കിക്കൊണ്ട് വന്നതല്ലേ. അവർക്ക് ആ ഒരു വിലയെ കാണൂ എന്നൊക്കെ അമ്മ പറയുന്നു. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് മനു പറയുമ്പോൾ എൻ്റെ വായടയ്ക്കാൻ നോക്കണ്ട. കേട്ട കാര്യം സത്യമാണെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. എന്നിട്ട് ചോദിക്കാനുള്ളവരോട് കാര്യങ്ങൾ നേരിട്ട് ചോദിക്കുന്നു. അതല്ല, അവിടെയും തലകുനിച്ച് നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്കറിയാം ആരോട് എങ്ങനെ ചോദിക്കണമെന്ന്. അപ്പോൾ എന്നെ ആരും നിയന്ത്രിക്കാൻ വരരുത് എന്ന് ചോദിച്ചിട്ട് ജ്യോതിയോട് പറയുന്നു, എന്താ നീ വരുന്നില്ലേ എന്ന്. വരുന്നെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് റെഡിയാകുന്ന പറഞ്ഞ് അമ്മ അകത്തേക്ക് പോകുന്നു. അമ്മ പറഞ്ഞത് സത്യമാണെങ്കിൽ അവരിവിടെ വിളിച്ച് പറയാത്തത് മോശമായി പോയി എന്ന് അച്ഛൻ പറയുന്നു. ആദ്യം നമുക്ക് അങ്ങോട്ട് പോവാച്ചാ, എന്നിട്ട് തീരുമാനിക്കാമെന്ന് മനുവും പറയുന്നു. ജ്യോതി, താൻ ടെൻഷൻ ആകണ്ട, നമുക്ക് പോയി അന്വേഷിക്കാം, താൻ പോയി റെഡിയാകുക എന്ന് മനു ജ്യോതിയോട് പറയുമ്പോൾ റെഡിയാകാൻ പോവുകയാണ് ജ്യോതി. മനുവിന്റെ അമ്മ അച്ഛനോട് പറയുന്നുണ്ട്, ഒരു കല്യാണം നടന്നു എന്ന് പറഞ്ഞ് അവർ പറയുന്നതെല്ലാം കേട്ടോണ്ടിരിക്കാൻ കഴിയില്ല. മുറിക്കേണ്ടി വന്നാൽ ഇവിടെ വെച്ച് മുറിക്കണം എന്ന് പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോകുന്നു. ഇതൊന്നും അറിയാതെ കല്യാണി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മാവൻ അവിടേക്ക് വന്ന് നോക്കുന്നു. ഇവളിവിടെ ഇരിപ്പുണ്ടല്ലോ, ഇവൾക്ക് ഇനി വല്ലതും അറിയായിരിക്കോ എന്ന് അമ്മാവൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. സ്നേഹത്തോടെ അമ്മാവൻ കല്യാണിയോട് ചോദിക്കുന്നു, മോൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? ആദ്യം മോളും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്തിരുന്നോ? സത്യം പറയും മോളെ, ആദ്യം എങ്ങോട്ടാ പോയത്? മോൾക്കത് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ കല്യാണി പറയുന്നു, എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ സത്യമാണ് പറയുന്നത്. നിത്യയെ പിരിഞ്ഞു പോകാൻ ആദ്യം നല്ല സങ്കടമുണ്ട്. ഇപ്പോഴത്തെ നിത്യമ്മ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ആദ്യം കാണാത്തതിൻ്റെ പേരിൽ എല്ലാവരും നിത്യമ്മയാ കുറ്റം പറയുന്നത്. ആദ്യം മോൻ എവിടെയുണ്ടെങ്കിലും എന്നോട് പറയേ, എന്നിട്ട് നമുക്ക് അവനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് നിത്യമ്മയുടെ അരികിലേക്ക് പോകാം. അപ്പൂപ്പ, എനിക്ക് ശരിക്കും അറിയില്ലെന്ന് കല്യാണി പറയുമ്പോൾ അമ്മാവൻ പറയുന്നു, അന്ന് ജ്യോതിയുടെയും മനുവിൻ്റെയും വിവാഹം നടക്കാതിരിക്കാൻ നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടല്ലേ ആ കാട്ടിലേക്ക് കയറിപ്പോയത്? അതുപോലെ നിത്യയെ പിരിയാതിരിക്കാൻ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിന്നോട് ചോദിച്ചിട്ട് തന്നെയായിരിക്കും, അത് എനിക്ക് ഉറപ്പാണെന്ന് അമ്മാവൻ. നന്നായിട്ട് ചോദിച്ചിട്ട് പറയാത്തത് കൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ് അമ്മാവൻ. പെട്ടെന്ന് കല്യാണി കരയുന്നു. കല്യാണിയുടെ കരച്ചിൽ മാറ്റാൻ സോപ്പിടുകയാണ് അമ്മാവൻ. അങ്ങനെ കല്യാണിയുടെ കരച്ചിൽ മാറ്റിയപ്പോൾ കല്യാണി പറയുന്നു, എനിക്കറിയാമെങ്കിൽ ഞാൻ പറയില്ലേ, ആദ്യം കാണാത്തതിൽ എനിക്ക് വിഷമമില്ല എന്നൊക്കെ കല്യാണി പറയുമ്പോൾ അമ്മാവൻ വീണ്ടും ചോദിക്കുന്നുവല്ല, ആദ്യം മോളോട് ഒന്നും പറഞ്ഞില്ലേ? ഇല്ല അപ്പൂപ്പ, അവൻ അപ്പുറത്തിരുന്ന് കരയുന്നത് കണ്ടു. ഞാൻ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ ഓടിപ്പോവുകയും ചെയ്തു, അല്ലാതെ ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. അപ്പൂപ്പ, അപ്പോൾ ആദ്യം കൊണ്ടുവരില്ലേ? ആദ്യം കണ്ടെത്തില്ലേ എന്നൊക്കെ ടെൻഷനോടെയും സങ്കടത്തോടെയും കല്യാണി ചോദിക്കുമ്പോൾ അമ്മാവൻ പറയുന്നുണ്ട്, കൊണ്ടുവരും. നിന്നോട് ചോദിക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ പ്രതീക്ഷയും പോയി എന്നൊക്കെ അമ്മാവൻ പറയുന്നുണ്ട്. നിത്യാമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന് കല്യാണി ചോദിക്കുമ്പോൾ അവിടെ ആകെ കോലാഹലമാണ് മോളെ, മോൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ആദ്യം കാണാത്തതിൻ്റെ ടെൻഷൻ എല്ലാവർക്കും ഉണ്ട് എന്നൊക്കെ അമ്മാവൻ പറയുന്നു. കല്യാണി പറയുന്നു, ഞാൻ ചെന്ന് പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ആദ്യം കണ്ടെത്തി തരണേ എന്ന് ദൈവങ്ങളോട് പ്രാർത്ഥിക്കട്ടെ അപ്പൂപ്പ. അമ്മാവൻ പറയുന്നുണ്ട്. ഇത് കേട്ട് പറഞ്ഞു നോക്ക്, ചിലപ്പോൾ മോള് പറഞ്ഞാൽ കേൾക്കുമായിരിക്കും. അങ്ങനെ കല്യാണി അങ്ങോട്ടേക്ക് പോകുന്നു. തുടർന്ന് മനുവും ജ്യോതിയും പിന്നെ മനുവിൻ്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നുണ്ട്.
ഇത്രയും നേരമായിട്ടും നിത്യയ്ക്ക് ബോധം വന്നിട്ടില്ല. ഉറക്കത്തിൽ ആദി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ സുജാത രഘുവിനോട് പറയുന്നു. അവർ ടെൻഷനോടെ നിൽക്കുന്ന സമയത്ത് ശരവണൻ അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടേക്ക് മനുവും ജ്യോതിയും മനുവിന്റെ അച്ഛനും അമ്മയും വരുന്നു. അവരെ കാണുമ്പോൾ കുറച്ചുകൂടി ടെൻഷൻ ആവുകയാണ് സുജാതയും രഘുവും ഹരിയും ശരവണനും. കൊള്ളാലോ സുജാത, ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് ഞങ്ങളോട് മറച്ചു വെക്കാനാണോ തീരുമാനം എന്ന് മനുവിന്റെ അമ്മ ചോദിക്കുന്നു. അത് പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ എന്ന് സുജാത പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെയും കയ്യിൽ ഫോണില്ലേ, ആർക്കെങ്കിലും ഒരാൾക്ക് ഞങ്ങളെ വിളിച്ച് പറയാനുള്ള മര്യാദ കാണിച്ചൂടെ? മനുവിന്റെ അമ്മയോട് മിണ്ടാതിരിക്കാൻ അച്ഛൻ പറയുന്നുണ്ടെങ്കിലും അമ്മ കേൾക്കുന്നില്ല. സുജാതയോട് വീണ്ടും പറയുന്നു. സുജാതയെ മോനെ കൂട്ടിക്കൊണ്ടു പോകാൻ കൃത്യസമയത്ത് ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ കുഞ്ഞിനെയും കാണുന്നില്ല. അതൊക്കെ എങ്ങനെയാ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. രഘു പറയുന്നു, നിങ്ങളിങ്ങനെ തർക്കിക്കുന്നുണ്ട് യാതൊരു അർത്ഥവുമില്ല. നിത്യമോളാണെങ്കിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. ബോധം വരുന്നതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കേ. ക്ഷമിക്കാനോ? എന്ത് ക്ഷമിക്കാൻ? ഞങ്ങൾക്കൊക്കെ ഇത് പുതിയ അനുഭവമാണ്. പെണ്ണ് വീട്ടുകാരെന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ അവർ പറയുമ്പോൾ മനു അമ്മയോട് പറയുന്നു അമ്മയൊന്നും മിണ്ടാതിരിക്കാൻ. പെട്ടെന്ന് ജ്യോതി വന്ന് സുജാതയോട് ചോദിക്കുന്നു, അമ്മ എൻ്റെ മോൻ എവിടെയാണെന്ന്. ഇത് കേട്ട് ഉത്തരമില്ലാതെ നിൽക്കുകയാണ് സുജാതയും ബാക്കിയുള്ളവരും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.